ഹായ്, ഗുഡ് മോർണിംഗ് എവറി വൺ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ബേസിക്കലി എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. ഇതുവരെയായിട്ടും അതിനകത്തൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു 2 കൊല്ലം മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതുവരെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എല്ലാവരും എൻ്റെ അടുത്ത് കുറച്ച് കാലങ്ങളായിട്ട് പറയുന്നുണ്ട്, നിനക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, പറ്റും, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു തുടങ്ങാൻ. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഞാൻ ഒരു ആദ്യത്തെ എൻ്റെ വ്ളോഗ് എടുക്കാൻ പോവാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട്, ഞാൻ മാത്രമല്ല എൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട് ചിപ്പി എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ 2 പേരും കൂടെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടിനെ കാണാനായിട്ട്, നീമ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് പോവാണ്. അവളുടെ വീട് അടിമാലിയിലാണ്. അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ എന്താ സാറ്റർഡേ 5th ഒക്ടോബറാണ്. രാവിലെ 6 മണിയായി. 7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു. ട്രാഫിക്കൊന്നും ഇല്ലാതെ ഒരു 10-10:30 അവിടെ എത്തി ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ പാകത്തിന് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും, കാരണം ഭയങ്കര ലെങ്തി ഒന്നും ആക്കാനായിട്ടുള്ള എനിക്കിപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല. നല്ല അടിപൊളിയൊന്നും ആവുമെന്നും അറിയില്ല. അപ്പോൾ നോക്കാം. ബാക്കി ഞാൻ ചെറിയ ചെറിയ വീഡിയോസും ഒക്കെ ആയിട്ട് ഇതിൽ ഇടാം. അങ്ങനെ ഞാൻ റെഡിയായി ചിപ്പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവൾ എന്നെ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവൾ വന്നു. ഞങ്ങൾ മൂന്നാർ അടിമാലിയിലാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട് അവളുടെ വീട് അടിമാലിയിലാണ്. അപ്പോൾ അവളെയും പോയി പിക്ക് ചെയ്ത്, രേഷ്മ എന്ന് പറഞ്ഞ വേറൊരു ഫ്രണ്ടിനെയും പോയി പിക്ക് ചെയ്തിട്ട് ഞങ്ങളിത് ലേക്ക് വ്യൂ എന്ന് പറഞ്ഞൊരു റിസോർട്ടിലേക്ക് എത്തി. പോരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു, ലഞ്ചൊക്കെ കഴിച്ചു. ഒരു 3-3:30 നമ്മൾ ലേക്ക് വ്യൂവിലെത്തി. അടിപൊളി വ്യൂ ആയിരുന്നു, രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. നീമിയായിരുന്നു അറേഞ്ച് ചെയ്തത് ഫുള്ള്. നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു ആംബിയൻസും കാര്യങ്ങളും ഒന്നും. റൂമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം നീമയാണ് എനിക്ക് ഒരു റൂം വ്യൂ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, റൂം ടൂർ എന്നൊക്കെ പറയുന്ന പോലെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ അവളാണ് എനിക്കിത് ഫുൾ സെറ്റ് ചെയ്ത് തന്നത്. എന്നിട്ട് എന്നെക്കൊണ്ട് അത് ചെയ്യുക, ഇത് ചെയ്യുക. എനിക്കിതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അവൾ അത് ചെയ്യുക, ഇത് ചെയ്യുക, നീ അവിടെ പോയി നിൽക്കുക, ഇവിടെ പോയി നിൽക്കുക എന്നും പറഞ്ഞിട്ട് അവൾ തന്നെ എല്ലാം എടുത്തു തരുമായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ബെഡൊക്കെ നമ്മൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഏതോ ഹണിമൂൺ ആൾക്കാർക്ക് വെച്ചിരുന്ന ബെഡ് പോലെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബെഡൊക്കെ കണ്ടപ്പം. അങ്ങനെ പിന്നെ ഞങ്ങൾ റെഡിയായി ഒരു ഡാൻസ് റീലിനൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ എവിടെ ഇട്ടില്ല കേട്ടോ. ഇതിൽ ചിപ്പി തെറ്റിക്കുന്നുണ്ട്, രേഷ്മ തെറ്റിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു അരി കുറേ പെറുക്കിയതിന് ശേഷമാണ് മര്യാദയ്ക്ക് ഒരു റീൽ കിട്ടിയത്. പിന്നെ ഞങ്ങളെല്ലാവരും പൂളിലൊക്കെ ചാടി അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് മീലൊക്കെ കഴുകി റെഡിയായി. ഫുഡ് കഴിക്കാനുള്ള റെഡി ആവലായിരുന്നു അത്. ഇനി ഫുഡ് കഴിക്കാൻ താഴെ നമുക്ക് ബൊഫേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബൊഫേ കഴിക്കാനായിട്ട് താഴേക്ക് പോയി. നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മൾ പൂളിൽ ചാടിയത് കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര വിശപ്പായിരുന്നു. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പിള്ളേർ, നീമയ്ക്കും ഒരു വാവയുണ്ട്, രേഷ്മയ്ക്കും ഒരു വാവയുണ്ട്. അപ്പോൾ നമുക്ക് ബേബി സിറ്റിംഗ് പരിപാടികളായിരുന്നു. അവരാദ്യം ഫുഡ് കഴിക്കും, പിള്ളേർ ഫുഡ് കഴിക്കും, എന്നിട്ട് അവരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ എന്നിട്ട് അവരെയൊക്കെ ഉറക്കിയതിന് ശേഷം കുറച്ച് നേരം വാചകമൊക്കെ അടിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ നല്ല ഒരു 8 മണി 8-8:30 ആയപ്പോഴാണ് എണീറ്റത്. നല്ല റിലാക്സ്ഡായിട്ട് പറ്റുന്ന സമയത്ത് എണീറ്റാൽ മതി എന്ന് വിചാരിച്ച് രാവിലെ എണീറ്റപ്പോൾ ഇതിങ്ങനെ കോടയുള്ള സ്ഥലം, രാത്രി മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു രാവിലത്തെ ഒരു വ്യൂ. നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല ഒരു റിലാക്സ്ഡ് വീക്കെൻഡായിരുന്നു. എനിക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു റിലാക്സ്ഡ് വീക്കെൻഡ് കിട്ടി. കുറേ ചിരിച്ചു, കുറേ സംസാരിച്ചു.
അതെ, ഞങ്ങൾ പിന്നെ 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടതുകൊണ്ട് വേഗം തന്നെ പോയി ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ രാവിലെ നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു, നമ്മുടെ നാടൻ ഫുഡും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് റെഡിയായി നമ്മളൊരു 11 മണിയോടുകൂടെ ചെക്കൗട്ട് ചെയ്തു. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് രേഷ്മയും ഡുഗു, അവൻ്റെ പേര് ഡുഗു എന്നാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് ഒരു ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയി. നല്ല വ്യൂ ഉള്ള സ്ഥലമായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോവാം. ഒരു 3-3:30 കൂടെ അടിമാലിയിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ എറണാകുളത്തേക്ക് പിന്നെ ഡ്രൈവ് ചെയ്യണമല്ലോ ഞാനും ചിപ്പിയും. അപ്പോൾ ഒരു 6-6:30 കൂടെ എറണാകുളത്ത് എത്തുന്നത് പോലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. പക്ഷെ കുറേ വീഡിയോസും റീൽസും ഒക്കെ ഞങ്ങൾ എടുത്തു. ഒരുപാട് രസമുള്ള സ്ഥലങ്ങൾ, നല്ല ഗ്യാപ്പ് റോഡ് മുഴുവൻ നല്ല രസമുള്ള സ്ഥലങ്ങളായിരുന്നു. എല്ലാം പോയി കണ്ട്. പിന്നെ മൂന്നാർ ആരും പോവാത്ത സ്ഥലമല്ല, എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു രസമുള്ള ട്രിപ്പായിരുന്നു. ഞാൻ കുറേ എൻജോയ് ചെയ്തു, കുറേ.